നാളിത്ര കഴിഞ്ഞിട്ടും വിജയുടെ കുട്ടി എന്ന കഥാപാത്രം സിനിമാ പ്രേമികൾക്കിടയിൽ ഇന്നും വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. വിജയുടെ കരിയറിലെ തന്നെ മികച്ച ചിത്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു തുള്ളാതെ മനവും തുള്ളും. വിജയെ പോലെ തന്നെ അതിലെ നായികയായ സിമ്രാന്റെയും കരിയറിലെ മികച്ച ചിത്രം തന്നെയായിരുന്നു തുള്ളാതെ മനവും തുള്ളും. ഇപ്പോഴിതാ വിജയ് ചിത്രത്തിൽ നടി സിമ്രാൻ അഭിനയിച്ചതിനെ പറ്റിയുള്ള രസകരമായ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ സംവിധായകൻ സിമ്രാനെ ഈ പടത്തിലേക്ക് കാസ്റ്റ് ചെയ്യാൻ ആലോചിക്കുമ്പോൾ ചിത്രത്തിന്റെ നിർമ്മാതാവ് ചൗധരിക്ക് അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. സിമ്രാനാണ് ഈ സിനിമയിലെ നായിക എന്ന് പറഞ്ഞപ്പോൾ ഈ നടി ആരാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചിരുന്നത്. അന്ന് സിമ്രാൻ അത്യാവശ്യം ഗ്ലാമർ ചിത്രങ്ങളൊക്കെ അഭിനയിച്ചിരിക്കുകയാണ്. മാത്രമല്ല അതിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരുന്നു ഈ സിനിമയിലെ കഥാപാത്രവും. അതുകൊണ്ട് സിമ്രാനെ തന്നെ നായികയായി വേണോ മറ്റൊരു നായികയെ കാസ്റ്റ് ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ സാരി ഉടുത്ത് സിമ്രാനെ അവതരിപ്പിച്ചാൽ വളരെ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞത് താനാണെന്നാണ് സംവിധായകൻ പറയുന്നത്. അങ്ങനെ സിമ്രാനോട് ഇക്കാര്യം പറഞ്ഞ ശേഷം നടി സാരി ഉടുത്തു വരികയും ആ ലുക്കിലുള്ള ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തു. അത് കണ്ടതിന് ശേഷം നായകനായ വിജയും നിർമ്മാതാവ് ചൗധരിയും വളരെ സന്തോഷത്തിലായി. അങ്ങനെയാണ് തുള്ളാതെ മനവും തുള്ളും എന്ന ചിത്രത്തിൽ സിമ്രാൻ നായികയായിട്ട് എത്തുന്നതെന്നാണ് സംവിധായകൻ പറഞ്ഞത്. വിജയ് നായകനായി അഭിനയിച്ച പഴയ സിനിമകളിലെ അനുഭവങ്ങളെ കുറിച്ച് സംവിധായകൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. വിജയ്, സിമ്രാൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഏകിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് തുള്ളാതെ മനവും തുള്ളും. അക്കാലത്തെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു തുള്ളാതെ മനവും തുള്ളും. ചിത്രം തിയേറ്ററുകളിൽ ഓളമുണ്ടാക്കിയതുപോലെ ബോക്സ് ഓഫീസിലും വലിയ വിജയമായിരുന്നു. വിജയുടെ കുട്ടി എന്ന നായക വേഷം ഇന്നും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതാണ്. മാത്രമല്ല ചിത്രത്തിലെ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തിരുന്നു. മാത്രമല്ല വിജയ് സിമ്രാൻ കൂട്ടുകെട്ടാണ് സിനിമയുടെ ശ്രദ്ധയാകർഷിച്ച പ്രധാന കാര്യം. തമിഴിൽ മാത്രമല്ല മലയാളത്തിലും വിജയ്ക്ക് ആരാധകരെ നേടിക്കൊടുത്ത ചിത്രം കൂടിയായിരുന്നു തുള്ളാതെ മനവും തുള്ളും. ഇതിനുശേഷമുള്ള വിജയുടെ റൊമാന്റിക് സിനിമകൾക്ക് വലിയ സ്വീകാര്യതയും ഉണ്ടായി. ചിത്രത്തിലെ ഇന്നിസൈ പാടി വരുമെന്ന് തുടങ്ങുന്ന പാട്ട് ഒരിക്കലെങ്കിലും മൂളാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എന്ന് പറയാം. അന്നത്തെ കാലത്ത് അതിലെ പാട്ടുകൾ ഉണ്ടാക്കിയ ഓളമൊന്നും അത്ര ചെറുതായിരുന്നില്ല. അതേസമയം ഇപ്പോൾ വിജയ് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതോടെ ഇത്തരത്തിലുള്ള സിനിമകളും കഥാപാത്രങ്ങളും മാത്രമായി അവശേഷിക്കുമോ എന്ന ആശങ്കയിലാണ് ആരാധകർ. ഇതിനകം വി മിസ് യു വിജയ് എന്ന ഹാഷ്ടാഗിൽ ആരാധകർ തങ്ങളുടെ സങ്കടം പ്രകടിപ്പിക്കുന്നുണ്ട്. നിലവിൽ ഏറ്റെടുത്ത 2 സിനിമകൾ കൂടി പൂർത്തിയാക്കിയതിനു ശേഷം വിജയ് സിനിമയിൽ നിന്നും പിന്മാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തന്റെ മുഴുവൻ സമയ ശ്രദ്ധ തിരിക്കുകയാണെന്നും അതിനാൽ സിനിമയിൽ അഭിനയിക്കുന്നത് താൽക്കാലികമായി നിർത്തുകയാണെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് താരം ഇപ്പോൾ. എന്നാൽ പോലും ആരാധകരുടെ കാര്യത്തിൽ ഇന്നും വിജയെ മറികടക്കാൻ ആരുമില്ലെന്ന് വേണം പറയാൻ. അത്രത്തോളം പിന്തുണയാണ് താരത്തിന് ലഭിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.